പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഗോകിലാണ് റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടായിരുന്നു, മുരിങ്ങയ്ക്ക കുളമ്പ് എന്ന് പറഞ്ഞിട്ട്. ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ലഞ്ച് പ്രിപ്പറേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വെജിറ്റബിൾ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ കുക്ക് ചെയ്യാറില്ല. കൂടുതലും ഞാൻ നോൺ വെജാണ് ഉണ്ടാക്കാറ്. അപ്പം ഇന്ന് വിചാരിച്ചു ഒരു മലക്കറി ഉണ്ടാക്കാമെന്ന്. മലക്കറി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ, വെജിറ്റബിൾസ് കറി. ആക്ച്വലി ഞാൻ ഇന്നലെ വീഡിയോ യൂട്യൂബ് ഓൺ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് ആക്ടർ ബാലാകോക്കിലാടെ ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു, മുരിങ്ങയ്ക്ക കുളമ്പെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇതിനകത്ത് മുരിങ്ങയ്ക്കയല്ല, ബാക്കി എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. ചെറിയുള്ളി, സവാള ഇതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് കത്തിരിക്ക, അതുപോലെ വെണ്ടയ്ക്ക അല്ല, വെണ്ടയ്ക്ക ഞാൻ സെപ്പറേറ്റ് വെണ്ടയ്ക്ക സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കത്തിരിക്ക, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഇത് ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കറിക്ക് ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിഷ്ടപ്പെട്ട വെജിറ്റബിൾസിൽ ഒന്നാണ് വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ 2 അയലമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കടുക്, ഉലുവ, കറിവേപ്പില, പിന്നെ ചെറിയ ജീരകം ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ഇത്രയുമാണ് ഇടേണ്ടത്. പിന്നെ കുറച്ച് കശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ പുളിവെള്ളവും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ആദ്യം തന്നെ കടുക്, കറിവേപ്പില, സവാള ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ചൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് അവിടെ നിൽക്കുന്ന ഇത് കണ്ടത്. മുള്ളൻ ചക്കയാണ്, ആത്തിച്ചക്ക എന്ന് പറയും. ശരിക്കും എനിക്ക് തോന്നുന്നു ആത്തിച്ചക്ക എന്ന് പറയുന്നെന്ന് തോന്നുന്നു ഇതിന്. മുള്ളൻ ചക്ക കണ്ടോ ഗായ്സ്, മുള്ളൻ ചക്ക. അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നമ്മുടെ വെജിറ്റബിൾ കുളമ്പും റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്.
അടുത്ത് മീൻ പൊരിക്കാൻ കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറും റെഡിയായി വരികയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഓൾമോസ്റ്റ് ഈസ് റെഡി. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുത്തൊരു ക്ലീനിങ് സെക്ഷനാണ്. അങ്ങനെ കുക്ക് ചെയ്ത പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ നിസ്കാരവും കഴിഞ്ഞു. അങ്ങനെ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. ബാല കോകിലയുടെ കറിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. അവരുടെ റെസിപ്പി വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് നമ്മൾ സാമ്പാർ പോലെയാണ്. പക്ഷേ സാമ്പാറിൽ നമ്മൾ പരിപ്പൊക്കെ ഇടും, ഇതിൽ പരിപ്പൊന്നും ഇടത്തില്ല. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഗൈസ്. യമ്മി. കോകില ഉണ്ടാക്കിയത് മുരിങ്ങയ്ക്ക കുളമ്പായിരുന്നു. ഇതിൽ മുരിങ്ങയ്ക്ക ഇല്ലാത്ത വെജ് കുളമ്പെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ സൂപ്പറായിരുന്നു. മെയിനായിട്ട് അവർ ഇട്ട സംഭവം ഇതിനകത്തില്ല, മുരിങ്ങയ്ക്ക. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.